ഹായ് എവരി വൺ, വെൽക്കം ടു ഹോംസ് ഓൺലൈൻ. ഹോംസ് ഓൺലൈൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ കപ്പൂർ എന്ന സ്ഥലത്താണ്. ഇത് നിയാസ് ഷാഫിയ എന്ന ദമ്പതികളുടെ അതിമനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഈ കാർ പോർച്ചാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. പ്രത്യേകിച്ച് ഒരു മിനിമം ലെവലിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. പ്രത്യേകിച്ച് 60 സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ ഈ കാർ പോർച്ച് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കാർ പോർച്ച് ഈ ഒരു ഏരിയയിൽ നന്നായിട്ട് ഈ വീടിനെ അട്രാക്ട് ചെയ്തിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. 2-3 വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ബിഗ് സൈസാണ് ഇതിന് കാർ പോർച്ച് വരുന്നത്. പിന്നെ ഈ സ്ലോപ്പ് പ്രൂഫാണ് ഇതിന് വരുന്നത്. സ്ലോപ്പ് പ്രൂഫിൽ GIയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേൽഭാഗത്ത് സെറാമിക് ബോർഡും അതുപോലെ തന്നെ താഴെ പിന്നെ സീലിംഗ് ബോർഡുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ്റ്റീരിയർ അത്യാവശ്യം നല്ല സൈസിൽ 60 സെൻറ്റിലായി തന്നെ അത്യാവശ്യം നല്ല സ്ഥലമുള്ളതുകൊണ്ട് ഇതിൻ്റെ ഗ്രീനറി ഇതിനെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു സൈഡിൽ വരുന്ന മതിലിനോട് ചാരിറ്റ് വരുന്ന കലാത്തി ആ ചെടികളൊക്കെ തന്നെ ഇതിനെ നന്നായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ സിറ്റിംഗ് ഏരിയ മൊത്തം കൊടുക്കുന്നത് നാനോ വൈറ്റിലാണ്. നാനോ വൈറ്റും അതിൻ്റെ താഴെ ഒരു വുഡൻ തീമിലായിട്ട് ഒരു ഷൂ റാക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ഷൂ റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഇതിന് നന്നായിട്ട് ഈ വുഡൻ തീം ഇതിനെ നന്നായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പില്ലേഴ്സൊക്കെ നന്നായിട്ട് അട്രാക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ലാറ്ററൈറ്റ് ടെക്സ്ചറിൽ വരുന്ന ടൈലിൻ്റെ ഒരു ഇതാണ് മെയിനായിട്ട്. അതെല്ലായിടത്തും ഇതിൻ്റെ എല്ലാ സൈഡിലും അത് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ നാനോ വൈറ്റ് സ്ലാബും അതേപോലെ ഇവിടെ ഒരു ചെറുതായിട്ടൊരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നാച്ചുറൽ പ്ലാന്റ് ആണ്. അതും ഈ ഭാഗത്തിനെ നന്നായിട്ട് അട്രാക്ട് ചെയ്യുന്നത്. കയറി വരുന്ന സൈഡിൽ തന്നെ 2 സൈഡിലായിട്ടും അതുകൊണ്ട് അതാണ് നമുക്ക് ഫ്രണ്ട് കയറുമ്പോൾ തന്നെ ഇതിനെ അട്രാക്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ ഈ വുഡൻ തീമും പിന്നെ ഈ സീലിംഗ് ബോർഡും എല്ലാം ഇതിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വുഡൻ തീമിൽ വരുന്ന ഈ ഒരു ഏരിയ നമുക്ക് സ്പേസ് ചെയ്തിട്ട് ഫ്രണ്ടൊക്കെ നന്നായിട്ട് കാണുന്ന രീതിയിൽ നമുക്ക് ഓപ്പണാണ്, ടോട്ടൽ ഓപ്പണാണ്. അതാണ് ഇതിന് മറ്റൊരു ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഈ വുഡൻ തീമിൽ വരുന്ന ഒരു ഏരിയക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ സിലിണ്ടർ കോബും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മെയിനായിട്ട് വരുന്നത് തേക്കിലാണ്. തേക്കിൽ 4/4 ഇത് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വിൻഡോനെ കുറിച്ച് പറയുകയാണെങ്കിലും നല്ല വിഡ്ത്തിൽ ഫുള്ള് ഈ തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അതിമനോഹരമായ ഇൻറ്റീരിയർ കാണാം. കമോൺ. ഇൻറ്റീരിയറോട് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഏരിയനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഒരു സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇങ്ങോട്ട് കയറി വരുന്ന ഭാഗത്തിനുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോർട്ട്യാർഡിനോട് ചേർന്നിട്ട് തന്നെയാണ് വരുന്നത് സ്റ്റെയർ കേസും വരുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടിരിക്കുന്ന ഒരു പിന്നെ ടോട്ടൽ ആ വോള് വരുന്നത് മെയിനായിട്ട് ടെക്സ്ചർ പെയിന്റിൽ ഗോൾഡ് പ്രൊഫൈലിലാണ് ചെയ്തിട്ടുള്ളത്. അതാ ഈ ഏരിയനെ ടോട്ടലായിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് മാറ്റി നിർത്തുന്നത്. ഇനി നമ്മൾ നിൽക്കുന്നത് ലിവിങ് സ്പേസിലാണ്. ലിവിങ് സ്പേസിൽ അത്യാവശ്യം നല്ല ഏരിയ, ഒരു ഡബിൾ ഹൈറ്റിലാണ് ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരികയാണെങ്കിൽ ഫസ്റ്റ് ഏരിയയിൽ നമ്മൾ ഈ ഒരു മിൽക്കി വൈറ്റിനോട് കോമ്പിനേഷൻ ചെയ്യുന്ന രീതിയിലാണ് സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഏരിയക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടാം. പിന്നെ ഈ ഒരു ഇത് വരുന്നത് പിന്നെ ലൂവേഴ്സാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ വരുന്ന മൾട്ടിവുഡിൽ മൈക്ക് ലാമിനേറ്റ് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്ത ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. താഴത്ത് നമുക്ക് ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഏരിയ ടോട്ടലി ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഏരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഗോൾഡൻ ഫിനിഷ് ഇത് GIയിൽ ചെയ്തതാണ്. ഈ ഒരു പാർട്ടീഷൻ ഈ വുഡൻ തീമിൽ ഈ ഗോൾഡൻ ഫിനിഷ് വന്നതോട് കൂടിയിട്ട് പ്രത്യേകിച്ച് ചെറിയൊരു പോട്ടുകളും ചെറിയ ഡിസൈനും ഒക്കെ വന്നതോട് കൂടിയിട്ട് ഈ ഒരു ഏരിയനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രീമിയം ലെവലിൽ തോന്നിക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഡൈനിങ്ങിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ടോട്ടലായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ വിട്രിഫൈഡ് ടൈലാണ്. ഇനി അതേപോലെ കയറി വരുമ്പോൾ ഇതൊരു സൈഡിൽ വരുന്നത് നമ്മൾ വുഡ് ആൻഡ് തീമിൽ വരുന്ന ടൈലാണ്. അതേപോലെ ഈ ഒരു ഏരിയ അതൊക്കെ നമ്മൾ ഈ ഒരു ഡബിൾ ഹൈറ്റിൽ വരുന്ന ഏരിയ ആണ് നമ്മൾ ഇതിൻ്റെ ടാബിൾ ടൈപ്പിൽ ഈ ഒരു ഏരിയക്ക് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ പറയുമ്പോൾ നമ്മളിവിടെ ഒരു കുഷൻ വരുന്നുണ്ട്. ഈ കുഷൻ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു മസാജ് കുഷനാണെന്ന് വിചാരിക്കും, പക്ഷെ മസാജ് കുഷൻ അല്ല. പക്ഷെ അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഇരിക്കാനും നമ്മൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ രീതിയിലാണ് ഈ കുഷന് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്തായാലും നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോവാം. ഇതും വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി കയറി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബിഗ് സൈസ് ഇതാണ് ബെഡ് ആൻഡ് കോട്ടാണ് വരുന്നത്. അതും GIയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. GI ആണ് ഫൗണ്ടേഷൻ വരുന്നത്. ബാക്കി കംപ്ലീറ്റ് മൾട്ടിവുഡിലും നമ്മൾ ഇതിൻ്റെ വാൾപേപ്പർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മേലൊരു യൂവേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാനൽ പറയുകയാണെങ്കിൽ മൾട്ടിവുഡിൽ ഈ പ്രൊഫൈൽ ലൈറ്റ് ആണ് ടോട്ടൽ ആംബിയൻസ് തന്നെ ചേഞ്ച് ചെയ്തത്. പ്രൊഫൈൽ ലൈറ്റ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയക്ക് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ വരുന്നത്, ബെഡിൻ്റെ ഈ സൈഡിൽ വരുന്നത്. അതും നമുക്ക് ഒരു ബേ വിൻഡോ വരുന്ന ഒരു മോഡലിലാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പക്ക പറയുകയാണെങ്കിൽ ബേ വിൻഡോ അല്ല, പക്ഷെ നമുക്ക് ഈ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ. പിന്നെ വാർഡ്രോബ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ഹാൻഡ് റൈലും ഇതൊക്കെ വരുന്ന നല്ല തീമിലാണ്. നമ്മളെ ഈ ഇവിടെയാണ് ഇതിൻ്റെ ഒരു യൂണിറ്റ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഏരിയയും വരുന്നുണ്ട്, സ്റ്റോറേജ്. പിന്നെ അവരൊരു പ്രൊഫൈൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ്. നല്ല ഹൈറ്റുള്ളൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിന് തന്നെ ഒരു സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് UPVC വിൻഡോയിലുള്ള ഡോറാണ്. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ പ്രയർ റൂം വരുന്നത്. പ്രയർ റൂം വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് നമ്മുടെ ഈ ഡോറിൻ്റെ ഡിസൈൻ തന്നെ നോക്കുന്നത്. ഈ ഡോറിൻ്റെ ഡിസൈൻ ഒരു ഗോൾഡൻ തീമിലാണ്. നമുക്ക് പറയുകയാണെങ്കിൽ ഈ വീടിൻ്റെ ഒരുവിധ ഏരിയയിലൊക്കെ ഈ ഗോൾഡൻ തീം വന്നിട്ടുണ്ട്. അതാണ് ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ബെഡ്റൂമിലോട്ട് പോവാം. ഇത് മൊത്തം വരുന്നത് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഈ കയറി വരുമ്പോൾ തന്നെ ബെഡ് ആൻഡ് കോട്ട് വരുന്നത്, ഇതിൻ്റെ ഫ്രെയിം വരുന്നത് GIയിൽ ചെയ്തതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഏരിയ മൾട്ടിവുഡിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് വരുന്നത് പിന്നെ വാൾപേപ്പറിലാണ് ചെയ്തിട്ടുള്ളത്. വാൾപേപ്പറിൽ നല്ലൊരു അടിപൊളി ഡിസൈൻ, അത് ഈ ഒരു ബെഡിനെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വേറെ രീതിയിലേക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നു. മൾട്ടിവുഡിൽ ചെയ്തതിൻ്റെ സൈഡിൽ കൊടുത്ത പ്രൊഫൈൽ ലൈറ്റ്, അതാണ് പ്രത്യേകിച്ച് ഈ ഗോൾഡൻ തീമിലേക്ക്, അതായത് ഈ ലൈറ്റും വാമും എല്ലാം വരുന്നതോട് കൂടിയിട്ട് ഈ റൂമിൻ്റെ ആംബിയൻസ് തന്നെ മാറി നിൽക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ വാർഡ്രോബ് അത്യാവശ്യം നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജൊക്കെ അത്യാവശ്യം രീതിയിൽ തന്നെ സ്പേഷ്യസ് ആയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ മേൽഭാഗം ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഏരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമ്മൾ ടേബിൾ വരുന്നത് ഏകദേശം ഒരു 8 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടേബിൾ ടോപ്പ് വരുന്നത് മാർബിളിലാണ്. ഇത് വരുന്നത് വുഡിൽ ഈ ഒരു റെക്സിനെ ചെയ്തിട്ടാണ് ചെയർസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും എന്ത് ചെയ്യുന്നു, ഒരു പ്രീമിയം ലുക്ക് എന്ത് ചെയ്യുന്നുണ്ട്. ഈ വുഡൻ തീമിൽ വരുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഡബിൾ ഹൈറ്റിലാണല്ലോ ഇവിടെ ഈ ഒരു ഏരിയ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വോള് വരുന്നത്, നമ്മുടെ പിന്നെ ഈ ഷോ വാള് വരുന്നത് ഒരു ടെക്സ്ചർ പെയിന്റിൽ ഒരു ഗോൾഡൻ പ്രൊഫൈലാണ് വരുന്നത്. ഈ ഗോൾഡൻ പ്രൊഫൈലാണ് ഈ ഒരു ഏരിയനെ പ്രത്യേകിച്ച് അട്രാക്ട് ചെയ്യുന്നത്. ഈ ടാബിളും ഈ വുഡൻ തീമും ഒക്കെ ഒരു കോമ്പിനേഷനാണ്. ഇപ്പോൾ നമുക്ക് പൊക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള നമ്മളൊരു ഗ്രീനറി, ഈ പേഷ്യോൻ്റെ അവിടെ നിന്ന് വരുന്ന ടോപ്പ് ഒരു ഗ്രീനറി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇങ്ങോട്ട് അത്യാവശ്യം നന്നായിട്ട് കിട്ടും. ഈ ഒരു ഏരിയ ഒരു വർക്ക് സ്പേസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യുക, അയൺ ടേബിൾ ആയിട്ട് യൂസ് ചെയ്യുക. ഒരു മൾട്ടിവുഡ് ലാമിനേറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലും അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. ഒരു ചെറിയൊരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാൻസി മിറർ ടൈപ്പാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. ഇതാണ് വാഷ് ബേസ് വരുന്നത്. വാഷ് ബേസിൽ ഈ ഒരു ഏരിയനെ അട്രാക്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഹാങ്ങിങ് ലൈറ്റ് ആണ്. ഈ ഹാങ്ങിങ് ലൈറ്റും അതേപോലെ തന്നെ ഇവിടെ ഒരു PVC പാനൽ നല്ലൊരു ഡിസൈനിലാണ് രണ്ട് സൈഡിലും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ മിറർ നമുക്ക് ടച്ച് മിററാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ ലെവലിലാക്കിയിട്ട് ഒരു വാം ലൈറ്റ് ഫീലിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയനെ നമുക്ക് ലൈറ്റപ്പ് ചെയ്യാൻ പറ്റും. കിച്ചൺ ഏരിയയാണ്. കിച്ചൺ ഏരിയനെ നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു മിൽക്കി വൈറ്റിലാണ് കിച്ചൺ ഏരിയയുടെ തീം ടോട്ടലായിട്ടുള്ളത്. ഇതിൻ്റെ സീലിംഗ് ആവട്ടെ, പിന്നെ ഒരു ഏരിയ ആവട്ടെ, ടോട്ടലി ഒരു മിൽക്ക് ആൻഡ് വൈറ്റിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനൊരു അട്രാക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടേബിൾ ടോപ്പ് ഈ ഒരു ഏരിയ വരുന്നത് നാനോ വൈറ്റിലാണ് വരുന്നത്. അതേപോലെ തന്നെ വുഡ് ആൻഡ് ഹോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലാണ്, ഒരു പ്രീമിയം ലുക്ക് വരുന്ന രീതിയിൽ സ്റ്റോറേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. ഇതും വുഡിൽ തന്നെ ചെയ്തിട്ടുള്ളത്.
ഇത് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വാൾപേപ്പർ വരുന്നത് മറ്റുള്ള റൂമിലൊരു ഡിഫറെൻറ്റ് ടൈപ്പാണ്. പ്രത്യേകിച്ച് ഒരു ലീഫ് ഡിസൈനിലാണ് വരുന്നത്. അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ ഇതൊരു ബിഗ് സൈസ് ഈ കോട്ടൺ ബെഡാണ്. അതേപോലെ തന്നെ ഇതിനും വരുന്നത് ഫൗണ്ടേഷൻ വരുന്നത് GIയിലാണ് ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിൽ തന്നെയാണ് ഇത് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഹൈ എൻഡ് വിൻഡോ ആണ് വരുന്നത്. അത് ഈ റോമൻ ബ്ലൈൻസിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ ഒരു സൈഡിൽ തന്നെ നമുക്കൊരു വാം ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രൊഫൈലിനോട് ചേർന്നിട്ട്, അത് ഹൈലൈറ്റ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഒരു ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. സ്റ്റെയർ കേസിലോട്ട് പോവാം. സ്റ്റെയർ കേസ് വരുന്നത് ഈ ഒരു ഏരിയ മൊത്തം വരുന്നത് അത് മൊത്തം തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഹാൻഡ് റെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ തേക്കിലാണ്, ബാക്കിയൊക്കെ GIയിലാണ് വരുന്നത്. താഴത്ത് നമ്മുടെ സ്റ്റെപ്പും അതൊക്കെ വരുന്നത് എന്തെങ്കിലാണ് ഈ തേക്കിലാണ് വരുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ താഴത്ത് വരുന്ന ഒരു ലൈറ്റ് കാണുന്നുണ്ടോ, ആ ലൈറ്റാണ് ഇതിനെ നമുക്ക് ഈ സ്റ്റെപ്പിനെ എന്ത് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഹാങ്ങിങ് ലൈറ്റ്, അതേപോലെ തന്നെ നമ്മൾ ഈ ടെക്സ്ചർ പെയിന്റിൽ നമ്മൾ ചെയ്ത ഈ ഗോൾഡൻ ഫിനിഷും. നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ നമ്മളെ ഈ അപ്പർ ലിവിങ്ങിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഏരിയ പറയുകയാണെങ്കിൽ നമ്മൾ ഈ മെയിൻ ലിവിങ്ങിന്റെ ഈ ഒരു സ്പേസ് ടോട്ടലായിട്ട് കാണുന്ന രീതിയിൽ, അതായത് നമ്മുടെ ഹാങ് ലൈറ്റും അതേപോലെ തന്നെ ഈ 3 വിൻഡോയുടെ ലൈറ്റും നമുക്ക് പുറത്തുനിന്ന് അകത്ത് കിട്ടുന്ന രീതിയിലും ഇത് ടോട്ടലായിട്ട് കാണുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ഏരിയനെ സെറ്റ് ചെയ്തത്. അപ്പർ ലിവിങ് പറയുകയാണെങ്കിൽ വളരെ വിശാലമായിട്ട് തന്നെ നല്ല അടിപൊളി ഏരിയ തന്നെയാണ്. കാരണം 2 സൈഡിൽ കയറി വരുമ്പോൾ തന്നെ നല്ല സ്പീഷ്യസ് ആയിട്ട് തന്നെ കിടക്കുന്ന ഈ ഒരു ഏരിയ. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈനിങ് ഈ ഡബിൾ ഹൈറ്റിൽ വരുന്ന ഈ ഡൈനിങ് ഏരിയനെ ടോട്ടലായിട്ട് നമുക്ക് കാണുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഏരിയ ഓപ്പൺ ആയി കിട്ടും. പ്രത്യേകിച്ച് പുറത്തുനിന്ന് ലൈറ്റ് കിട്ടും. നമ്മൾ താഴെ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ അവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. അതേപോലെ തന്നെ അവിടുന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് വിൻഡോ വരുന്നുണ്ട്, സൈഡിൽ നിന്ന് വിൻഡോ വരുന്നുണ്ട്. അതൊക്കെ ഈ അപ്പർ ലിവിങ്ങിനെ നമുക്ക് ഇതിന്റെ സ്പീഷ്യസ് തോന്നിക്കാനും പുറത്തുള്ള വെളിച്ചം കംപ്ലീറ്റ് അകത്ത് കിട്ടാനും എന്താണ് ഈ ഏരിയ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ വരുന്നുണ്ട്. സ്റ്റഡി ടേബിൾ അതേപോലെ തന്നെ സ്റ്റോറേജ് താഴത്ത് വരുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. ഇതും വുഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇതൊരു മിനിമൽ ലെവലിലാണ് ഈ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഗസ്റ്റ് ബെഡ്റൂം എന്നുള്ള രീതിയിൽ ഒരു മിനിമൽ ലെവലിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നോർമൽ ഒരു കട്ടിലും ബെഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നോർമൽ വിൻഡോ അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നോർമൽ ഒരു ഇത് വരുന്നുണ്ട്, അത് നമ്മുടെ ഒരു മിറർ വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇവിടെ ഒരു ഗസ്റ്റ് റൂം എന്നുള്ള രീതിയിൽ നോർമലായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മോഡേൺ അല്ല, അതേപോലെ തന്നെ ഈ പറയുന്ന ട്രഡീഷണൽ അല്ല, ഒരു മിക്സ്ഡ് കൺസെപ്റ്റിലാണ്. എന്നാൽ വളരെ പ്രീഷ്യസ് ആയിട്ട് നല്ല അടിപൊളി ഡിസൈനോട് കൂടിയിട്ട് ഒരു മിനിമൽ ഡിസൈനോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ വീട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആർക്കിടെക്റ്റിന് തന്നെ നമുക്ക് എടുത്ത് പറയണം. സെയിൻ ആർക്കിടെക്റ്റ് ആണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവർ മിനിമലായിട്ട് ഇതിൻ്റെ ഓരോ ഭാഗവും വളരെ വ്യക്തമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു വീടിൻ്റെ എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.